സ്വപ്നക്കൂട്. വൈശാഖൻ കണ്ണുകൾ അടച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. ഈശ്വരനോട് പോലും അവന് വെറുപ്പ് തോന്നി. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പാവം നിഷ്കളങ്കയായ ലക്ഷ്മി, അവൾ എത്ര സമയമായി വേദന കൊണ്ട് പുളയുന്നു. നീ ഇതൊന്നും കാണുന്നില്ല എന്റെ കണ്ണ. എന്തൊക്കെ നേർച്ചയായിരുന്നു അമ്മ നേർന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് ചോറൂണ്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വെണ്ണ നിവേദ്യം. നീ എവിടെ പോയി? നീ കാണുന്നില്ല അവളുടെ കരച്ചിൽ. അവന്റെ മിഴികൾ പിന്നെയും നിറഞ്ഞു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ലക്ഷ്മിയുടെ കൂടി ആരാ ഉള്ളത്? ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. എല്ലാവരും വേഗം അവരുടെ അടുത്തേക്ക് ഓടി. ഇപ്പോ ആകും കേട്ടോ, എല്ലാരും പ്രാർത്ഥിക്കൂ. അതും പറഞ്ഞുകൊണ്ടവർ വീണ്ടും കയറിപ്പോയി. എല്ലാവരും വീണ്ടും കസേരയിലേക്ക് പോയിരുന്നു. എങ്കിലും വൈശാഖം മാത്രം വാതിക്കൽ നിന്നും മാറിയില്ല. പ്രതീക്ഷയോടെ അവൻ അകത്തേക്ക് നോക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതുപോലെ അവന് തോന്നി. ഈശ്വര, തോന്നലാണോ? അവൻ ഒന്നുകൂടി അകത്തേക്ക് തലയിട്ട് നോക്കി. 1-2 സിസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. പക്ഷെ ഒന്നും വ്യക്തമല്ല. അവന്റെ ചങ്കിടിപ്പ് കൂടി. അല്പനിമിഷങ്ങൾക്കകം ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ വൈശാഖൻ, ലക്ഷ്മി ഡെലിവറിയായി, പെൺകുഞ്ഞാണ്. അവരത് പറയുകയും ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അവന്. പെൺകുഞ്ഞാണെന്ന്, തന്റെ കുഞ്ഞു ലക്ഷ്മി. അവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. അവൻ കരഞ്ഞുകൊണ്ടാണ് ഓടിച്ചെന്ന് അമ്മയെ വട്ടം പിടിച്ചത്. അമ്മേ, അമ്മ കുഞ്ഞുണ്ടായി, പെൺകുട്ടിയാണെന്ന്. അവന്റെ ശബ്ദം വെറിച്ചു. സിസ്റ്റർ പറഞ്ഞതവരെല്ലാരും കേട്ടു. അമ്മയും മകനെയും കെട്ടിപ്പിടിച്ച് കരയുവാണ്. ശേഖരെ മകന്റെ തോളിൽ തട്ടി. അപ്പോഴേക്കും വാതിൽ തുറന്ന് ഒരു സിസ്റ്റർ വന്നു. അവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. സാറിന്റെ കയ്യിൽ വേണം ആദ്യം കൊടുക്കേണ്ടതെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അവർ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ അവന് നേർക്ക് നീട്ടി. അവൻ തന്റെ പൊന്നോമനയെ കൈകളിലേക്ക് വാങ്ങി. റോസാദളം പോലൊരു കുരുന്നു കുഞ്ഞു ഈ ലോകത്തേക്ക് വന്നെങ്കിലും അവളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ലക്ഷ്മിയായിരുന്നു, തന്റെ കുഞ്ഞു ലക്ഷ്മി. ചക്രമുത്ത് ഉറങ്ങുവാണോ? സുമിത്ര കുഞ്ഞിനെ തഴുകി. ശ്യാമളയും ശേഖരനും അശോകനുമൊക്കെ കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വൈശാഖൻ ആ മുത്തിനെ തന്റെ ചുണ്ടോട് ചേർത്തു. ഉറക്കത്തിലാണെങ്കിലും വാവയൊന്ന് പുഞ്ചിരിച്ച പോലെ അവന് തോന്നി. അച്ഛന്റെ പൊന്നുമുത്തെ. അവൻ കാതിൽ പതിയെ മന്ത്രിച്ചു. അവന്റെ ശബ്ദം കേട്ടത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് കണ്ണു തുറന്നു. അവനെ നോക്കുവാണ്. നോക്കിയ ശേഖരേട്ട. അവന്റെ ശബ്ദം കേട്ടതും കുഞ്ഞ് കണ്ണു തുറന്നു. സുമിത്ര ആഹ്ലാദത്തോടെ പറഞ്ഞു, ചക്രമുത്തെ, അച്ഛ പൊന്നെ. വൈശാഖൻ വീണ്ടും വിളിച്ചു. ആ ശബ്ദം തിരിച്ചറിഞ്ഞതുപോലെയാണ് കുഞ്ഞ് നോക്കുന്നത്. മതി മതി, ഒരുപാട് സമയമായി. ഇനി കുഞ്ഞിനെ പീഡിയാട്രിഷനെ കൊണ്ടുപോയി കാണിക്കണം. അതും കഴിഞ്ഞ് റൂമിലേക്ക് തരാം. സിസ്റ്റർ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് ഫോൺ വിളിക്കാലമായിരുന്നു. സമയം ഏകദേശം 1 മണിയായി കാണും. എല്ലാവരെയും മാറി മാറി വിളിക്കുവാണ് ശ്യാമളയും സുമിത്രയും. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. വീണയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ വരണമെന്നുണ്ടായിരുന്നു. വിജിക്കും അങ്ങനെ തന്നെ. എങ്ങനെങ്കിലും നേരെ ഒന്ന് വെളുത്താൽ മതി. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഞാനും രാജീവേട്ടനും കൂടി വരാന്ന്. സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ? ദീപയാണെങ്കിൽ ശ്യാമളയോട് ദേഷ്യപ്പെട്ടു. ലക്ഷ്മിയൊന്ന് കണ്ടാൽ മാത്രം മതിയെന്നായി വൈശാഖിന്റെ മനസ്സിൽ. പാവം ലക്ഷ്മി, അവൾ ഒരുപാട് വേദന തിന്നു. ലോകത്തിലെ എല്ലാ സ്ത്രീജനങ്ങളോടും ആദരവ് തോന്നിയ ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞു പോയതെന്ന് അവൻ ഓർത്തു. കുഞ്ഞിനെയാണെങ്കിൽ കൊതി തീരെ കണ്ടുപോലുമില്ല. എന്നാലും തന്നെ തിരിച്ചറിഞ്ഞല്ലോ തന്റെ കുഞ്ഞുലക്ഷ്മി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉണ്ണിക്കണ്ണ. കുറച്ചു മുമ്പ് അവളുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒക്കെ അറിവില്ലായ്മ കൊണ്ടാണ്, ക്ഷമിക്കണേ. അവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. വീണയും വിജിയും ഒക്കെ അവനെ മാറി മാറി വിളിച്ചു. ഏട്ടാ, വമ്പൻ ചിലവ് പ്രതീക്ഷിക്കുന്നു. നാളെ നീ ഇങ്ങോട്ട് വാടി വീണേ, ചിലവൊക്കെ തരാം, പോരെ? ഓക്കെ ഏട്ടാ, ഓക്കെ. ലക്ഷ്മിയെ റൂമിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തു. 2 സിസ്റ്റർമാർ വന്ന് ബെഡൊക്കെ നന്നായി വിരിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞതും സ്ട്രക്ചറെ കിടത്തി ലക്ഷ്മിയെ അവർ റൂമിലേക്ക് കൊണ്ടുവന്നു. കുറച്ചു മുമ്പ് അലമുറയിട്ട് കരഞ്ഞ ലക്ഷ്മിയാണോ ഇതെന്ന് അവന് തോന്നിപ്പോയി. എല്ലാവരെയും നോക്കി അവൾ പുഞ്ചിരിച്ചു. വൈശാഖിന്റെയും ലക്ഷ്മിയുടെയും കണ്ണുകൾ
പരസ്പരം കോർത്തു. ഏട്ടന്റെ ആഗ്രഹപ്രകാരം കുഞ്ഞുലക്ഷ്മിയെ തന്നെ കൊടുക്കാൻ സാധിച്ചല്ലോ. അവൾക്ക് ഇതിൽ പരം മറ്റൊന്നും വേണ്ടായിരുന്നു. വൈശാഖനും അവളെ നോക്കുകയാണ്. അവളുടെ മുഖം ഇടിമിച്ച് എല്ലാം വല്ലാതായി. എന്തുമാത്രം വേദന അനുഭവിച്ച് കരഞ്ഞ പെണ്ണാണ്. ഇപ്പോഴേ എല്ലാം മറന്ന് ചിരിക്കുന്നു. അവളുടെ നെറുകയിൽ 1000 ചുംബനം നൽകാൻ അവന്റെ മനസ്സ് കൊതിച്ചു. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലല്ലോ മോനെ. സുമിത്ര മകനെ നോക്കി. കുഞ്ഞുവാവതേ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ അവിടേക്ക് പ്രവേശിച്ചു. സുമിത്രയുടെ കയ്യിലേക്ക് അവർ ഭദ്രമായി കുഞ്ഞിനെ നൽകി. അച്ചമ്മയാണോ അതോ അമ്മമ്മയാണോ? സിസ്റ്റർ ചോദിച്ചു. ഞാൻ അച്ചമ്മയാണ്. ഓക്കെ, അപ്പോൾ അച്ചമ്മയുടെ കയ്യിൽ കുഞ്ഞുവാവയെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചിക്ക് എന്തേലും വിശേഷമുണ്ടെങ്കിൽ പറയണം. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഹാവൂ, ഈ മുഖം ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ. ലേബർ റൂമിൽ കിടന്ന് എന്തൊരു കരച്ചിലായിരുന്നു. കുഞ്ഞുവാവയെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ? ഓവ്. CS ആയിരുന്നെങ്കിൽ ഇപ്പൊ അനങ്ങാൻ പോലും മേലാണ്ട് സർജിക്കൽ ICU കിടന്നിനി. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പറഞ്ഞാണ് സിസ്റ്റർ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേഴ്സിംഗ് റൂമിൽ അറിയിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. സമയം ഏകദേശം 5 മണിയായിരിക്കുന്നു. അശോകനും ശ്യാമളയും കൂടി ബക്കറ്റും കപ്പും ബാസ്ക്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് കയറി വന്നു. വൈശാഖൻ കുഞ്ഞിന്റെ അരികിലെ ബെഡിലിരിക്കുകയാണ്. കുഞ്ഞുമാവ സുഷുപ്തിയിലാണ്. മുഖം മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ. സിസ്റ്ററാണെങ്കിൽ നല്ലതുപോലെ കുഞ്ഞുമാവയെ പൊതിഞ്ഞുകൊണ്ടൊന്ന് കിടത്തി. അമ്മയുടെ ഉദരത്തിൽ എന്നവണ്ണമാണ് കുഞ്ഞിപ്പോഴും ഉറങ്ങുന്നത്. അവനാണെങ്കിൽ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. നല്ല ഉറക്കത്തിലാണല്ലേ? ശേഖരനും അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഉറക്കവാ മോളെ, തലയിണ മാറ്റിവെച്ച് കിടന്നു, ഇല്ലെങ്കിൽ തലവേദന വരും പറഞ്ഞുകൊണ്ട് സുമിത്ര അവളുടെ തലയിണ മെല്ലെ എടുത്തു മാറ്റി. വെള്ളം വേണോ ലക്ഷ്മി? എപ്പോഴും വെള്ളം കുടിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ, ഇത്തിരി കഴിയട്ടെ. ഞാൻ കാലത്തെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് മോൾക്കുള്ള ചോറും കൊടുത്തു വിടാം. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചാലേ വയറ്റിൽ ഗ്യാസ് കിട്ടും, സുമിത്ര പറഞ്ഞു. അതാണ് ചേച്ചി നല്ലത്. ഞാനും അത് ചേച്ചിയോട് പറയണമെന്ന് ഓർത്തു. അല്ല, ശ്യാമളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? നീയും കൂടി ഇവിടെ നിൽക്ക്. വിജിയോടോ വീണിയോട് പറഞ്ഞാൽ പോരെ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ ശേഖരേട്ടാ, എന്ന് വിജിയോട് വിളിച്ചു പറയാം. ഞാനേ സഹായത്തിന് ഒരു സ്ത്രീയെ വിളിച്ച് ഏർപ്പാടി ആക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ. അവർ കാലത്തെ ഇങ്ങോട്ട് പോരും ചേട്ടാ. എന്നാലും ഇവള് കൂടി ഇവിടെ നിൽക്കട്ടെ. വൈകിട്ടത്തേക്ക് പോകാം. സുമിത്രയ്ക്കും സന്തോഷമായി. കാരണം കുഞ്ഞിനെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടുപോലുമില്ല. ലക്ഷ്മിയാണെങ്കിൽ പതിയെ അപ്പോഴേക്കും മയങ്ങി. ശേഖരനും അശോകനും കൂടി ഒരു കാലിച്ചായ കുടിക്കാൻ ഇറങ്ങി. വൈശാഖൻ മാത്രം കുഞ്ഞിന്റെ അരികിൽ നിന്ന് മാറാണ്ടിരുന്നു. ഉറക്കത്തിൽ കുഞ്ഞിന്റെ വിവിധ ഭാവങ്ങൾ മിന്നി മാറുകയാണ്. ഇടയ്ക്ക് അവൾ പേടിച്ച് കരയും പോലെയായി. പെട്ടെന്ന് കുഞ്ഞിന്റെ കയ്യിൽ തട്ടി. കുറച്ച് സമയം കഴിഞ്ഞതും കുഞ്ഞുവാവ കണ്ണു തുറന്നു. വൈശാഖൻ തന്റെ പൊന്നോമനയുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി. തക്കുടം പൊന്നെ. അവൻ കുഞ്ഞിന്റെ മടക്കി പിടിച്ചിരുന്ന കൈവിരലുകളിൽ മെല്ലെ തലോടി. അവനെ നോക്കുവാണ് കുഞ്ഞുലക്ഷ്മി. അച്ഛയാടാ, അറിയോ? അവൻ മെല്ലെ ചോദിച്ചു. പെട്ടെന്ന് കുഞ്ഞൊരു കരച്ചിലായിരുന്നു. ലക്ഷ്മി ഞെട്ടി ഉണർന്നു. സുമിത്രേ ശ്യാമളെ ഓടി വന്നു. എന്താ മോനെ, എന്താ പറ്റി? അറിയില്ലമ്മേ, ഞാൻ സിസ്റ്ററെ വിളിക്കാം. അവൻ വെളിയിലേക്ക് ഓടി. സുമിത്ര കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ, മൂത്രമൊഴിച്ചത് ശ്യാമളെ. സുമിത്ര ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കിടത്തി. എന്നിട്ട് മൂത്രമൊഴിച്ച തുണി മാറ്റി. സിസ്റ്റർ. അമ്മേ, സിസ്റ്റർ ആരുമില്ല അവിടെ. വൈശാഖൻ പരിഭ്രാന്തിയോടെ ഓടി വന്നു. അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്തി. ശൂശു വെച്ചതാ. കുഞ്ഞുമാവ പേടിച്ചുപോയി. ശ്യാമള ചിരിച്ചു. കഷ്ടം, എന്നെ വിറച്ചുപോയി. അവൻ വന്ന് കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് മെല്ലെ ലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. ദേ അമ്മ, അവൻ കുഞ്ഞിനോട് പറഞ്ഞു. ലക്ഷ്മി തന്റെ വലം കൈയിൽ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. ഏട്ടന് സന്തോഷമായോ കുഞ്ഞു ലക്ഷ്മി വന്നപ്പോ? അവൾ മെല്ലെ ചോദിച്ചു. ഒരുപാട് ഒരുപാട് സന്തോഷമായി. പക്ഷേ നിന്റെ കരച്ചില് സഹിക്കാൻ പറ്റിയില്ല. പതുക്കെ പറ.
അവൾ പിറുപിറുത്തു. നിനക്കൊരു ഉമ്മ തരണമെന്ന് ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഇവരെല്ലാവരും നിൽക്കുന്നത് കൊണ്ടാ. എന്താന്ന് ചെറുക്കാം? അവൾ ചിരിച്ചു. അന്ന് വൈശാഖൻ ലീവ് എടുത്തിരുന്നു. കാലത്ത് 8 മണിയായപ്പോൾ വിജിയെ സുമിത്ര വിളിച്ചു. ചോറ് കൊണ്ടുവരണമെന്ന് പറയുവാൻ വേണ്ടി. അമ്മ, ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായി. ചോറെടുത്തിട്ടുണ്ട്. കാലത്ത് എഴുന്നേറ്റ് ഞാൻ എല്ലാം ഉണ്ടാക്കി. എടി, ഇപ്പോഴേ ചോറ് കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഉച്ചയാകുമ്പോ ചീത്തയാകില്ലേ? വീണ് വരുമ്പോൾ ഉച്ചയാകും. അവളോടും കൂടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചോറ് കൊണ്ടുവരാൻ. എന്നാ കുഴപ്പമില്ല. സുമിത്ര ഫോൺ വെച്ചു. കാലത്തെ തന്നെ ശേഖരൻ വീട്ടിലേക്ക് പോയിരുന്നു. പറമ്പിൽ ഒരുപാട് ജോലിയുണ്ടായിരുന്നു. തന്നെയുമല്ല, ഉണ്ണിമോളും തനിച്ചാണല്ലോ. സഹായത്തിനായി ശ്യാമള ഏർപ്പാടാക്കിയ രാജമ്മ എന്ന സ്ത്രീയെ കൊണ്ടുവന്നാക്കിയിട്ട് അശോകൻ ഷോപ്പിലേക്ക് പോയി. ആദ്യം കുഞ്ഞിനെ കാണാൻ വന്നത് വിജിയാണ്. അപ്പയുടെ പൊന്നെ. അവൾ കുഞ്ഞിനെ കയ്യിലെടുത്തു. ദേ മോനെ, ഇതാരാ? അനീറ്റിക്കുട്ടിയെ കണ്ടോ? സുമിത്രയാണെങ്കിൽ വിജിയുടെ കുഞ്ഞിനെ എടുത്തു പിടിച്ചു. കുഞ്ഞാവെ കാണിച്ചോ? ലക്ഷ്മി, ഒരുപാട് വേദനയുണ്ടായിരുന്നോ? വിജി അവളോട് ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും നല്ല വേദനയായിരുന്നു ചേച്ചി. സാരമില്ല, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി നന്നായി റെസ്റ്റ് എടുത്തോണം. അതെ, നന്നായി റെസ്റ്റ് എടുത്തോണം. ഇല്ലെങ്കിൽ നടുവേദന വിട്ടുമാറില്ല. രാജമ്മയ്ക്കെല്ലാം നല്ല വശമാ. ഒരുപാട് പെൺകുട്ടികളെ രാജമ്മ കുളിപ്പിച്ചിട്ടുള്ളതാണ്. ശ്യാമള പറഞ്ഞു. 3 മാസത്തേക്കാണോ ശ്യാമളമ്മ അവരെ നിർത്തിയത്? അതേ വിജി, അല്ലാണ്ട് എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല. സുമിത്രച്ചയ്ക്കൊക്കെ അത് പറ്റും. പിന്നങ്ങോട്ട് ഓരോരോ ആളുകളായി കുഞ്ഞിനെ കാണുവാനായി വന്നുകൊണ്ടിരുന്നു. വീണയും ദീപയും എല്ലാവരും ചോറുമായിട്ടാണ് വന്നത്. ഉണ്ണിമോൾ പോലും കുഞ്ഞുവാവിക്കുള്ള കുട്ടിയെടുപ്പുമായിട്ട് വന്നു. വൈശാഖൻ മേടിച്ചു വെച്ചിരുന്ന ലഡുവും സ്വീറ്റ്സും എല്ലാം വന്നവർക്കൊക്കെ കൊടുത്തു. ചേച്ചി, എനിക്ക് ഈ മാസം ഇതുവരെ ഡൗട്ടുണ്ട് കേട്ടോ. വീണ പതുക്കെ ലക്ഷ്മിയോട് പറഞ്ഞു. ആണോ? ഹാപ്പി ന്യൂസ് ആണല്ലോ. അമ്മയോട് പറയട്ടെ? വേണ്ട ചേച്ചി, ഒന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി. വീണയുടെ മുഖത്ത് നാണത്താൽ കുതിർന്ന ഒരു ചിരി വിരിഞ്ഞു. കുഞ്ഞിന് ചെറിയ മഞ്ഞ നിറമുള്ളതുകൊണ്ട് 5-ാം ദിവസമാണ് അവർ ഡിസ്ചാർജായി പോയത്. ഒരാഴ്ച കഴിഞ്ഞതും വൈശാഖന്റെ ക്ഷേമം നശിച്ചു. ലക്ഷ്മി, നീ വീട്ടിലേക്ക് വാടി. നിന്നെയും കുഞ്ഞിനെയും കാണാതെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? വൈശാഖൻ അവളോട് ചോദിച്ചു. ഏട്ടാ, ഞാൻ വരാം. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. കുളിയൊക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അത് കഴിഞ്ഞ് വരാം. ഒരുപാട് ലേറ്റ് ആകല്ലേ? ഇല്ല ഏട്ടാ, ഞങ്ങൾ ഉടനെ വരാം. വാവി എന്തിയടി, വഴക്കുണ്ടോ? ഇല്ല ഏട്ടാ, പാവം നല്ല ഉറക്കത്തിലാ. ശരിയെന്നാ, ഞാൻ വിളിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്തു. വേത് വെള്ളത്തിലുള്ള കുളിക്കു മുന്നേ രാജമ്മ കസ്തൂരിമഞ്ഞളും ചെറുപയർ പൊടിയും കൂടി ധന്വന്തരം കുഴമ്പിൽ ചാലിച്ച് ലക്ഷ്മിയുടെ ദേഹത്ത് പുരട്ട്. കയ്യൂന്നിയും കറ്റാർവാഴയും മൈലാഞ്ചിയിലയും ഒക്കെ ഇട്ട് മുറുക്കി വെച്ചിരിക്കുന്ന എണ്ണയാണ് ആദ്യം അവരുടെ തലമുടി തേക്കുന്നത്. അത് കഴിഞ്ഞ് കുഴമ്പ്. 1-2 മണിക്കൂറിന് ശേഷം അവർ അവളെ എന്നും കുളിപ്പിക്കും. എല്ലാ ദിവസവും ആ സമയത്ത് കുഞ്ഞു കരയും. ശ്യാമള കുഞ്ഞിനെ എടുത്ത് നടക്കും. ദീപയും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് രണ്ടാളും മാറി മാറി കുഞ്ഞിനെ എടുക്കും. കുളി കഴിഞ്ഞു വന്ന് ക്യാരറ്റും ആപ്പിളും റോബസ്റ്റ പഴവും കൂടി അടിച്ച ജ്യൂസ് അല്പം തേനൊഴിച്ച് രാജമ്മ അവൾക്ക് കുടിക്കാൻ നൽകും. കഷായവും അരിഷ്ടവും ലേഹ്യവും ഒക്കെ കഴിച്ച് ലക്ഷ്മി ആകെ മാറിപ്പോയിരുന്നു. ഇടയ്ക്കെല്ലാം വൈശാഖിനവളെ കാണാൻ വരും. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരും. നൂലുകെട്ടായപ്പോൾ അവൾ ഒരുപാട് മാറി. നീ സുന്ദരിയായി കേട്ടോ, ഇപ്പൊ കണ്ടാൽ. വൈശാഖം മെല്ലെ അവളുടെ കാതിൽ മധുരിച്ചു. ആ, ഇതാണ് മോനെ ഞാനങ്ങോട്ട് വരാത്തെ. വെറുതെ അല്ല പണ്ടുള്ളവർ പറയുന്നത് 90 ദിവസം കഴിയാതെ കെട്ടിയോട്ടി അടുത്ത് പോകരുതെന്ന്. ഒന്ന് പോടി. ഞാനെന്താ ആക്രാന്തം മൂത്ത് നിൽക്കുവാണോ? ഇപ്പൊ കണ്ട എല്ലാരും നോക്കും, അതേ ഉദ്ദേശമുള്ളൂ അല്ലേ കുഞ്ഞുലക്ഷ്മി? അവൻ കുഞ്ഞിനെ കയ്യിലെടുത്തു. ഏട്ടാ, കുഞ്ഞുവാവയ്ക്കിടാൻ എന്ത് പേരാണുള്ളൂ. ഏട്ടൻ എന്തെങ്കിലും സെലക്ട് ചെയ്തോ? ഇനി അധിക ദിവസമില്ല. ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. അതന്നേ ഞാൻ പറയും. പ്ലീസ് ഏട്ടാ, പ്ലീസ് പറയൂ. എന്തു പേരാ? അവൾക്ക് എഞ്ചി ചോദിച്ചെങ്കിലും അവൻ കുഞ്ഞിന്റെ പേര് പക്ഷേ അവളോട് പറഞ്ഞില്ല. അങ്ങനെ നൂലുകെട്ടി ദിവസം വന്നെത്തി. ലക്ഷ്മി ഒരു സെറ്റ് മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത്.
വൈശാഖൻ മെറൂൺ കളർ കുർത്തയും കസവുമുണ്ട്. പേരെന്താണ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും പറയണേ ഏട്ടാ, വിജി അവനോട് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ആവണി പലകയിൽ നിലവിളക്ക് കൊളുത്തി ശ്യാമള. അതിനുശേഷം കുഞ്ഞിനെ കൊണ്ടുവന്ന് സുമിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു. നിലത്ത് വിരിച്ചിരിക്കുന്ന പായയിൽ സുമിത്രയും ശേഖരനും ഇരുന്നു. ഒപ്പം ലക്ഷ്മിയും വൈശാഖനും. പെറ്റിലെടുത്ത് ഒരു കാതിൽ മറച്ചു പിടിച്ചുകൊണ്ട് ശേഖരൻ കുഞ്ഞിന്റെ കാതിൽ 3 തവണ പേര് വിളിച്ചു. സുമിത്ര, സുമിത്ര, സുമിത്ര. അതിനുശേഷം അയാൾ മകൻ പറഞ്ഞു കൊടുത്ത പേര് വിളിച്ചു. ഇഷാൻവി. ആ, നല്ല പേരാണല്ലോ. എല്ലാവർക്കും ആ പേര് ഇഷ്ടപ്പെട്ടു. ഇഷാൻവിക്കുട്ടിയും അമ്മയും കൂടി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും തിരികെ മേലെടുത്തെത്തി. കുഞ്ഞിന്റെ കരച്ചിലും ബഹളവും ഒക്കെയായി തറവാട് വീട് ഉണർന്നു. ഇടയ്ക്ക് വിജയും വീണയൊക്കെ വരും. വീണയ്ക്ക് ഇരട്ടക്കുട്ടികളായതിനാൽ അവൾക്ക് 5-ാം മാസം മുതൽ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നീട് അവിടെ യാത്രകൾ ഒഴിവാക്കി. ഇഷാൻവി കുട്ടിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ ആദ്യത്തെ ചോറൂണ്. ഓണമുണ്ടൊക്കെ എടുത്ത് മുത്തച്ഛന്റെ മടിയിലിരുന്നാണ് അവൾ മാമു ഉണ്ടത്. കുഞ്ഞിന്റെ ഓരോ വളർച്ചയും ആസ്വദിക്കുകയാണ് എല്ലാവരും. ഇതിനോടിടയ്ക്ക് ലക്ഷ്മി 1-2 ബാങ്ക് ടെസ്റ്റ് എഴുതി. അവൾക്ക് താമസിയാതെ കാനറ ബാങ്കിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. അവളും ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ പൂവാലിയെ വർഗീസ് ചേട്ടന് പിടിച്ചിട്ട് കിട്ടിയ വിലയ്ക്ക് ശേഖരം കൊടുത്തു. കാരണം കുഞ്ഞിനെ ശരിക്കും സുമിത്ര ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്നായിരുന്നു അയാൾക്ക് പേടി. പതിയെ പതിയെ ശേഖരനെയും വൈശാഖൻ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അച്ഛന് സഹായിയായിട്ട് നിന്നിരുന്ന വേണുചേട്ടനെ അവൻ തങ്ങളുടെ പുരയിടവും കൃഷിയും ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചു. അത് വേണോ മോനെ, ഈ മണ്ണാണ് നമ്മളെ ഇത്രയാക്കിയത്. അതൊന്നും സാരമില്ല അച്ഛാ, ഇപ്പൊ ഞങ്ങൾക്ക് 2 ആൾക്കും ജോലിയുണ്ട്. തന്നെയുമല്ല, ലക്ഷ്മി കറസ്പോണ്ടന്റായിട്ട് MCOM ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഉടനെ തന്നെ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ 2 ആളുടെയും ശമ്പളം മതി നമുക്ക് ജീവിക്കാൻ. മകൻ ഒരുപാട് നിർബന്ധിച്ച ശേഷം ഒടുവിൽ ശേഖരൻ അതിനു വഴങ്ങി. ആദ്യമൊക്കെ അയാൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുഞ്ഞുലക്ഷ്മിയുടെ ചിരിയും കളിയും കാരണം സമയം പോകുന്നത് അറിയുന്നേയില്ല. ഉണ്ണിമുളയാണ് കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം. ക്ലാസ് കഴിഞ്ഞു വന്നാൽ അവൾ കുഞ്ഞിനെ എടുത്ത് മുറ്റത്തൂടെ നടക്കും. പൂവാലി പോയതിനാൽ ഇപ്പൊ മണിക്കുട്ടി മാത്രമേ ഉള്ളൂ. അവളെ കാണുമ്പോൾ കുഞ്ഞുലക്ഷ്മി കൈകാലിട്ടടിക്കും. ലക്ഷ്മിക്ക് ജോലി കിട്ടി കുറച്ച് ദിവസത്തിന് ശേഷമാണ് ദീപയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇഷാൻവിയും വൈകമോളും കൂടുമ്പോൾ ഭയങ്കര കളിയും ചിരിയുമാണ്. ജോലിയുള്ളതിനാൽ വല്ലപ്പോഴും മാത്രമേ ലക്ഷ്മി സ്വന്തം വീട്ടിൽ പോകുള്ളൂ. അച്ഛയാണ് അവൾക്ക്. കുഞ്ഞാവയ്ക്ക് കൂടുതൽ ഇഷ്ടം. വൈശാഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എടുക്കാണ്ട് കുഞ്ഞുലക്ഷ്മി സമ്മതിക്കൂല. അവൻ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെയാണ് അവൾക്കിഷ്ടം. ലക്ഷ്മി കിടന്നുറങ്ങുമ്പോൾ അച്ഛനും മോളും കൂടി കഥയും പാട്ടും ഒക്കെ ആയിക്കൂടും. ഇന്ന് കുഞ്ഞുലക്ഷ്മിയുടെ 1-ാം പിറന്നാളാണ്. എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് മേലെടുത്ത് വീട്ടിൽ. ദീപയും രാജീവനും അശോകനും ശ്യാമളയും ഒക്കെ വന്ന് കയറിയതേയുള്ളൂ. വീണയും മക്കളും തലേദിവസം എത്തി. വീണയുടെ ഇരട്ടക്കുട്ടികൾ 2 ആളും എല്ലാവരുടെയും കൈ പാറി നടക്കുകയാണ്. വൈശാലിയും വൈഷ്ണവിയും, അതാണ് അവരുടെ പേര്. ഇപ്പോ മുൻതൂക്കം പെൺകുട്ടികൾ കാണാനില്ലയോ? നാരായണൻ ഉമ്മറത്തേക്ക് വന്ന് കയറി. ഇന്നാടി ഇത്തിരി കൊഞ്ചും കരിമീനുമാണ് വൈശാഖൻ പറഞ്ഞിട്ട് മുപ്പല്ലിക്ക് കുത്തിപ്പിടിച്ചതാ. അയാൾ കയ്യിലിരുന്ന കവർ സുമിത്രയെ ആരും കാണാതെ ഏൽപ്പിച്ചു. എല്ലാവരും അത്യാഹ്ലാദത്തിലാണ്. നിറയെ ബലൂണും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എല്ലായിടവും. ഹാപ്പി ബർത്ത്ഡേ ഇഷാൻവിക്കുട്ടി എന്നെഴുതിയ ഒരു വലിയ ബാനറൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അലങ്കരിച്ച ടേബിളിൽ കേക്ക് കൊണ്ടുവന്ന് വെച്ചു അശോകൻ. ലക്ഷ്മിയും വൈശാഖനും കുഞ്ഞുമാവയെ എടുത്ത് കേക്ക് മുറിച്ചു. എല്ലാവരും കൂടി ബർത്ത്ഡേ സോങ് പാടിയപ്പോൾ കുഞ്ഞുലക്ഷ്മി ഭയങ്കര കരച്ചിലായിരുന്നു. അവളെയും എടുത്തുകൊണ്ട് വൈശാഖൻ മെല്ലെ അവിടെ നിന്ന് മാറി. അവളുടെ കരച്ചിൽ മാറ്റുവാനായി അവൻ പാടി. കുഞ്ഞുലക്ഷ്മിയെ മേൽപോട്ടുയർത്തി. അപ്പോഴേക്കും അവൾ കരച്ചിൽ നിർത്തി. ലക്ഷ്മി അവരുടെ പിന്നിൽ വന്നു നിന്നു. വൈശാഖൻ അവളെ കണ്ടില്ല.
കുഞ്ഞുലക്ഷ്മി പതിയെ അവളുടെ നേർക്ക് കൈനീട്ടി. ആരാടാ ചക്കരയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ലക്ഷ്മി ഓടി വന്ന് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അമ്മയെന്നു പൊന്നോമനിയുടെ വിളിയെ അവളുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രു പൊഴിഞ്ഞു. വൈശാഖൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ നെറുകയെ ചുംബിച്ചു. കുഞ്ഞുലക്ഷ്മി അത് നോക്കി അമ്മയുടെ കയ്യിലിരിക്കുവാണ്. എന്താടാ പൊന്നി, നിനക്കും വേണോ? അവൻ കുഞ്ഞിന്റെ കവളെ തുരു തുരു ചുംബിച്ചു. ഏട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. അവൾ ഫോൺ എടുത്തു. ക്ലിക്ക്. അവസാനിച്ചു. സ്റ്റോറി അവസാനിച്ചിരിക്കുവാണ് കേട്ടോ. എല്ലാവരും കഥ വായിച്ചിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു.